നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് സമാധാനമല്ലേ? നമ്മളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഗോപാലിനെ പോലുള്ളവർ എല്ലാവരും അടിച്ചമർത്തി ഭരിക്കുന്ന. എന്നെ ശാലിനി എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല. പക്ഷെ അവൾ എന്റെ ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. അതുകൊണ്ട് മാത്രമാ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ അവൾക്കൊരു പണി കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടും. അവളെ നിന്നെ പോലെയല്ല, നല്ല ധൈര്യമുള്ള കുട്ടിയാ. ആ, അത് തന്നെയാണ് എന്റെയും പേടി. ഇങ്ങനെ ധൈര്യം കാണിച്ച പോലെ പ്രശ്നത്തിൽ ചാടിയല്ലേ, അതോട് തീർന്നു. നിനക്കെന്താ അവളുടെ കാര്യത്തിൽ ഇത്രയും കരുതല്? ഞാൻ ആ കുട്ടിയെ ഒന്ന് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ അമ്മ ഇങ്ങനെ കഷ്ടം. ഞാൻ ശരിക്കും ഹാപ്പിയാ ചാച്ചു. ഗിരി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ നല്ല ഗംഭീരായിട്ട് അഭിനയിച്ചു മോളെ. എല്ലാവർക്കും നീ ശരിക്കും മാറിയെന്ന് തന്നെയാ തോന്നിയത്. ഞാൻ ആദ്യം സഞ്ജയ് എല്ലാം കുളമാക്കുമെന്ന് പേടിച്ചു. പക്ഷെ അവനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് അവനൊരു മുങ്ങല് മുങ്ങി. പിന്നെ പോരാറായപ്പോഴും അവൻ പൊന്തിയത്. അവൻ ശരിക്കും എന്തിനാ വന്നേന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ കാര്യം വെറുതെ നമ്മൾ എന്തിനാ സംസാരിക്കുന്നേ? അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മുടെ വഴിയിൽ വരാത്തിടത്തോളം അവനെ വകവെക്കാതിരിക്കുന്ന നല്ലത്. അല്ലെങ്കിലും ഇന്ന് നമുക്ക് നിന്റെ കാര്യം സംസാരിക്കാനില്ലേ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം കൃത്യമായി നടന്നില്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മോളെ. ഭാനുമതി അമ്മയെ സ്വപ്നയൊക്കെ ശരിക്കും ഞെട്ടി. എനിക്കിങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല. അവരുടെ അടുത്ത് നീ അഭിനയം തുടരണം. നിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവരുത്. അവരെ കൊണ്ട് ഇനി നമുക്ക് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവരെ അറിയിക്കാത്താണ് ബുദ്ധി. ഇനി ആ സ്വപ്നയ്ക്ക് ആവശ്യമില്ലാതെ ഗിഫ്റ്റും കാശും ഒന്നും കൊടുക്കണ്ടല്ലോ. സമാധാനമായി. ഇനി ചാച്ചു പറയുന്നതാണ് എനിക്ക് വേദവാക്യം. ചാച്ചു കാരണം എനിക്ക് ഗിരിയുടെ ഒപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ പറ്റിയില്ലേ? അത് മഞ്ജുവിന്റെ സ്ഥാനത്തിരുന്ന്. മഞ്ജുവിനെ ഗിരിയുടെ അടുത്ത് നിന്ന് എഴുന്നേപ്പിച്ച് ഭാനുമതി അമ്മ എന്നെ അവിടെ ഇരുത്തിയപ്പോ എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ചാച്ചു പറഞ്ഞെന്ന ബുദ്ധി കൊണ്ട് മാത്രമാണ് കേട്ടോ അത് നടന്നത്. ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ് മോളെ. നിനക്ക് ഗിരിയുടെ ജീവിതത്തിൽ മഞ്ജുവിനുള്ള സ്ഥാനം തട്ടിയെടുക്കാൻ പറ്റും. അതിൽ നീ ക്ഷമയോടെ കരുക്കൾ നീക്കിയാ മതി. ഒന്നിനും ധൃതി കൂട്ടരുത്. പതുക്കെ ഗിരിയുടെ വിശ്വാസം പിടിച്ചു പറ്റണം. അതിന് നീ മഞ്ജുവിനെ സഹായിക്കുന്ന പോലെ അഭിനയിക്കുന്നതിലും തെറ്റില്ല. നിങ്ങൾ തമ്മിലുള്ള ശത്രുതയെല്ലാം കഴിഞ്ഞു എന്ന് ഗിരിക്ക് തോന്നണം. പിന്നെ നിന്നെക്കുറിച്ച് മഞ്ജു എന്ത് കുറ്റം പറഞ്ഞാലും ഗിരി വിശ്വസിക്കില്ല. മഞ്ജുവിന് എന്നെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നന്നായിന്ന് അവൾക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിക്കണ്ട. അവർക്ക് ഇപ്പോഴും നിന്നെ സംശയമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും അവളൊരു പോലീസുകാരിയല്ലേ. നുണ പറയുന്നവരെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മഞ്ജു ഞാൻ നന്നായിന്ന് തന്നെ വിശ്വസിക്കുന്നേ. ഇല്ലെങ്കിൽ സദ്യ കഴിക്കുമ്പോ എന്നെ ഗിരിയുടെ അടുത്തിരിക്കാൻ സമ്മതിക്കുവോ? അത് നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ല, അവൾക്ക് ഗിരിയുടെ മേലെ വിശ്വാസമുള്ളതുകൊണ്ടാ. നീ എന്തൊക്കെ ചെയ്താലും ഗിരി അവളെ ചതിക്കില്ലാന്ന് മഞ്ജുവിന് വിശ്വാസമുണ്ട്. നീ എന്തിനു ടെൻഷനാവുന്നേ? മഞ്ജുവിന് നിന്നെ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീ പിടിച്ചെടുക്കേണ്ടത് അവളുടെ വിശ്വാസമല്ല, ഗിരിയുടെയാ. ഞാൻ അവര് രണ്ടുപേരുടെയും വിശ്വാസം പിടിച്ചെടുക്കും. എന്നിട്ട് അവളെ പോലും അറിയാതെ ഗിരിയുടെ മനസ്സിൽ ഞാൻ സ്ഥാനം പിടിക്കും. ഗിരി അവളെ വേണ്ടാന്ന് വെച്ച് എന്റെ കൂടെ വരും. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് മഞ്ജുവിന് മനസ്സിലാകൂ.
നീ ആഗ്രഹിച്ച എല്ലാം നടക്കും മോളെ. ഈ ചാച്ചു നടത്തി തരും. ചാച്ചു, താങ്ക് യു ചാച്ചു. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം നന്നായിട്ട് കുറഞ്ഞു കാണും. എന്നോട് കളിച്ച എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി കാണും. അമ്മ അവളെ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേപ്പിച്ച് വിട്ടപ്പോ അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അവൾ ആകെ തകർന്നു പോയില്ലേ? അതിന്റെ കൂടെ ആ സ്ഥാനത്ത് ശാലിനി കൂടെ ഇരുത്തിയപ്പോ പൂർത്തിയായി. അവൾക്ക് ശാലിനി വൈകാതെ ഒരു പകരക്കാരിയാവുന്ന ചെറിയൊരു സൂചന കിട്ടി. നീ പറഞ്ഞതുപോലെ ഗിരിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ള വിഷമം ശാലിനിക്കുണ്ടായെങ്കിൽ അതിങ്ങനെ മാറട്ടെ എന്ന് ഞാനും കരുതി. ഗിരിയുടെ അടുത്തിരുന്ന് കഴിക്കുമ്പോ ഉണ്ടായിരുന്ന അവളുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അല്ലെങ്കിലും ഗിരിയേട്ടന് ചേർന്ന പെണ്ണ് ശാലിനി തന്നെയാ. അവളുടെ പെരുമാറ്റത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടവള് കുറച്ച് അഹങ്കാരിയായിരുന്നു. ഇപ്പോ കുറച്ചുകൂടെ അടക്കോ ഒതുക്കമൊക്കെ വന്നിട്ടുണ്ട്. ഗിരിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും അവന് മഞ്ജുവിനേക്കാൾ നല്ല ഭാര്യ ശാലിനി തന്നെയാണെന്ന് അവനൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. കുഞ്ഞാറ്റിക്ക് എന്താ ഒന്നും പറയാനില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയുടെ പെർഫോമൻസ്? പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ ചെറിയൊരു കുഴപ്പം പറ്റിയോന്നൊരു സംശയം. എന്തു കുഴപ്പം? അല്ല, ഭാനുമ്മ മഞ്ജുവിനെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അവൾ ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞില്ല. അതെന്തുകൊണ്ടാ? ഞാനും ഗിരിയും അതെങ്ങനെ എടുക്കുമെന്നുള്ള പേടി കൊണ്ടാവും. അതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവള് വ്യക്തമായ എന്തോ ലക്ഷ്യത്തോടു കൂടിയാണ് മിണ്ടാത്തത്. എന്ത് ലക്ഷ്യം? എല്ലാവരുടെയും മുമ്പിൽ നാണം കെടാനോ? ശരിയാ, അവൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടു. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ഭാനുമ്മ ശ്രദ്ധിച്ചോ? അവൾക്ക് എല്ലാവരുടെയും സഹതാപം കിട്ടി. ഗൗരിയമ്മയും മുകുന്ദനും അവൾക്ക് പിന്തുണ അറിയിച്ച് ഇറങ്ങിപ്പോയി. ഇരിക്കെ അവളെ എഴുന്നേപ്പിച്ചു വിട്ടതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, ശാലിനി വരെ എഴുന്നേറ്റ് മഞ്ജുവിനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞില്ലേ? അവിടെ ആ കസേര വിട്ടുകൊടുത്ത് മഞ്ജു സ്കോർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ ഭാനുമ്മ ഒരു ദുഷ്ട സ്ത്രീയായി. അവള് ദുരിതമെല്ലാം അനുഭവിക്കുന്ന പാവം മരുമോളും. ഇതെല്ലാം അവൾ കരുതി കൂട്ടി ചെയ്തതാണ്. ഇപ്പൊ അവന് ഭാനുമ്മ ചെയ്തതൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടാവും. അതിന്റെ സഹതാപ അവന് മഞ്ജുവിനോട് തോന്നും. ആ സഹതാപ സ്നേഹമായി മാറാനേ അധിക സമയമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞ ഇന്ന് ജയിച്ചത് ആ മഞ്ജുവാ. അവള് നമ്മളെല്ലാരെയും പറ്റിച്ചു. കുഞ്ഞാറ്റ പറഞ്ഞതുപോലെ ആകാനും സാധ്യതയുണ്ട്. ആ മഞ്ജു നല്ല വിളഞ്ഞ വിത്ത. ഗൗരിയമ്മ അമ്മയുടെ എത്രയും നല്ല കൂട്ടുകാരിയാ. എന്നിട്ട് അവര് പോലും അമ്മയെ കുറ്റപ്പെടുത്തിട്ടല്ലേ പോയത്. മഞ്ജുവിന്റെ ഉദ്ദേശം ഗിരിയേട്ടനടക്കം എല്ലാവരുടെയും മനസ്സ് മാറ്റുക തന്നെയായിരുന്നു. അങ്ങനെ അവളെ എന്നെ പറ്റിച്ചിട്ട് വലിയ ആളാവാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ച എന്റെ ജീവിതം കുളമാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്.
നിന്നെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. നീ എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല.